നമ്മൾ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്കറിയാം. എന്റെ വീടിന്റെ അടുത്താ. ആര്? നാരായണത്ത് ഭ്രാന്തനോ? അതന്നെ. എടാ, അത് ഭ്രാന്തൻ നാരായണനല്ലേ, ഇത് നാറാണത്ത് ഭ്രാന്തൻ. മലയുടെ മുകളിലേക്ക് വലിയ പാറക്കഷ്ണങ്ങൾ ഉരുട്ടിക്കയറ്റി അത് താഴോട്ട് ഇടുന്ന ആളാണ് ഈ നാറാണത്ത് ഭ്രാന്തൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്റെ ടീച്ചറെ, അയാളുടെ പേരിൽ തന്നെ ഉണ്ട് ഭ്രാന്തൻ എന്ന്. ഭ്രാന്തന്മാർ ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. എനിക്ക് അനുഭവം ഉള്ളതാണേ. എന്റെ വീടിന്റെ അടുത്തുള്ള ഭ്രാന്തൻ നാരായണനില്ലേ, 20 നിലയുള്ള ഫ്ലാറ്റിന്റെ മുകളിലേക്ക് എന്റെ മൊബൈലും കൊണ്ടുപോയി, അതും ലിഫ്റ്റില്. എന്നിട്ടത് താഴേക്ക് ഒറ്റയിടല്. എന്റെ ചങ്ക് കത്തിപ്പോയി ടീച്ചറെ. മൊബൈൽ പോയതിന് അച്ഛൻ വല്ലതും പറഞ്ഞോ? ഞാൻ മൊബൈല് വാങ്ങിയ കാര്യം അച്ഛനറിയില്ല. അച്ഛനറിയാതെയാണോ നീ മൊബൈൽ വാങ്ങിയത്? അച്ഛൻ മാത്രമല്ല, ആ കടയിലെ സെയിൽസ്മാൻ വരെ അറിഞ്ഞിട്ടില്ല. വെറുതെ അല്ല അത് താഴോട്ട് വീട് പൊട്ടിയത്. എടാ, അങ്ങനെ മോഷ്ടിച്ചുണ്ടാക്കുന്നൊന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല. അതിപ്പോ എനിക്ക് മനസ്സിലായി ടീച്ചറെ. ആ ഫോൺ താഴേക്ക് ഇട്ടപ്പോ തന്നെ ആ ഭ്രാന്തനോട് ഞാൻ ഫോൺ താഴേക്ക് ഇടരുതെന്ന് ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു. അന്നേരമാ അയാളൊന്ന് അടങ്ങിയത്. ഇംഗ്ലീഷിലോ? നീയോ? ആട്ടെ, നീ ഫോൺ താഴെ ഇടരുതെന്ന് എങ്ങനെയാ ഇംഗ്ലീഷ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു പുട്ടീസ് പുട്ട് നോ മോർ പുട്ട് എന്ന്. എന്ത്? അങ്ങനെ പറഞ്ഞാലെന്താ? ഓ, ടീച്ചർക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? പുട്ടീസ് പുട്ട് നോ മോർ പുട്ട് എന്ന് പറഞ്ഞാ ഇട്ടത് ഇട്ടു, ഇനി ഇടരുതെന്ന്.